ഡോക്ടർ റോബിനെയും മറ്റു പലരെയും സാമൂഹ്യ മാധ്യമം വഴി ഡീഗ്രേഡ് ചെയ്യുകയും പലർക്കും സ്ട്രൈക്ക് കൊടുക്കുകയും ചെയ്ത ഷാലു പേഡിൻ്റെ വാക്കുകളാണ് ശ്രദ്ധേയം. ഇതെല്ലാം താൻ ചെയ്തത് വിവിയുടെ പ്രേരണക്കതീതമായിട്ടാണെന്നും അവൻ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും സീക്രട്ട് ഏജന്റുമായിട്ട് നടന്ന വീഡിയോ കോളിൽ ഷാലു പറയുന്നത്. കോൾ റെക്കോർഡ് മാഫിയ എന്നൊരു പ്രശ്നം രൂക്ഷമായെന്ന ഈ ഒരു അവസരത്തിൽ സീക്രട്ട് ഏജന്റ് ഷാലുവിനോട് പെർമിഷൻ എടുത്തിട്ടാണ് കോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഷാലു പേഡ് തനിക്കുണ്ടായ അനുഭവം പറയുന്നത് ഇങ്ങനെയാണ്. എനിക്ക് വിവിയോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. ഒരു ദിവസം രാവിലെ വിവിയും ഡോക്ടർ വിനോദ് ഭാസ്കരനും എന്നെ വിളിച്ചു. എനിക്കെതിരെ ആരാണെന്ന് എനിക്ക് വ്യക്തമല്ല. ആരോ ഒരാൾ സെക്ഷൻ 3 വകുപ്പോ ത്രെഡനിങ് കേസോ അതിന് ഡിഫമേഷൻ കേസോ അങ്ങനെ എന്തൊക്കെയോ കൊടുക്കുകയാണെന്നും അവർ കമ്മീഷൻ ഓഫീസിലേക്ക് പോവാൻ നിൽക്കുകയാണെന്നും എനിക്കാണെങ്കിൽ കേസിൻ്റെ കാര്യമോ കേസ് കൊടുക്കാനുണ്ടായ കാര്യമോ ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം കമ്മീഷണർ ഓഫീസിലേക്ക് പോകുകയാണെന്നും അവർ കേസ് വാദിക്കാൻ വരുന്നത് ഭയങ്കര ഒരു വക്കീലാണെന്നും പോരാത്തതിന് അവർക്ക് രാഷ്ട്രീയമുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ഞാൻ എന്താണ് ചെയ്യുക എന്നറിയാതെ മൂപ്പനെ വിളിച്ചു. മൂപ്പനും പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ചേട്ടന് 2 പെൺപിള്ളേരല്ലേ, ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതല്ലേ, ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണെങ്കിൽ അതങ്ങ് ചെയ്യുന്നതല്ലേ നല്ലത്, കേസും കൂട്ടവും ഒന്നും ആവണ്ടല്ലോ എന്ന് മൂപ്പൻ. മറുവശത്ത് വിവിയുടെയും കൂട്ടരുടെയും പ്രഷറും എല്ലാം കൂടിയപ്പോൾ ഞാനൊരു മാപ്പ് പറഞ്ഞുള്ളൊരു വീഡിയോ ചെയ്തു. മൂപ്പൻ അതെടുത്ത് ഡോക്ടർ റോബിൻ അയച്ചു കൊടുത്തു. റോബിൻ അത് പ്രൊഫൈലായി ഇടുകയും ചെയ്തു. എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചിട്ട് വിവി അതൊരു വീഡിയോ ആക്കി ഇടുകയും ചെയ്തു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പാസ്വേഡ് വിവിയുടെ കയ്യിലാണ്. വിവിയാണ് എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കുന്നത്. എൻ്റെ ചാനലിൽ കൂടാണ് സ്ട്രൈക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എന്നെ വിളിക്കും. ഞാൻ വിവിയോട് പറയും അവരോട്. ചുരുക്കി പറഞ്ഞാൽ പണി കൊടുക്കുന്ന ഒരു ചാനലായി മാറി. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. മറ്റുള്ളവർക്ക് ദോഷമാകുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സ്ട്രൈക്ക് മാറ്റിക്കൊടുക്കാൻ ഞാൻ പറയാറുണ്ട്. പിന്നെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. വിവിയോട് ഞാൻ അപ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, കർമ്മ. നമ്മൾ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾക്ക് തന്നെ കിട്ടും. ശരിയാണ്, നമ്മൾ ചെയ്യുന്ന പല കാര്യവും വൈകാതെ തന്നെ നമ്മൾക്ക് നേരെ തന്നെ തിരിച്ചു വരും.